അപ്പോൾ എല്ലാവർക്കും പി കെ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പം ഫസ്റ്റ് എയ്ഡിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റെസിസ്റ്റേഷൻ മെത്തേഡ്സ് എന്നുള്ള ഒരു പാർട്ടാണ്, പുനരുജ്ജീവന രീതികൾ. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ കണ്ടു, നമ്മുടെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി അല്ലെ, എന്തിനാണ് ഫസ്റ്റ് എയ്ഡ്, അതുള്ള കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി. അപ്പൊ എന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ PDF-ന്റെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്റെ കമന്റ്സ് കണ്ടിരുന്നു, PDFs നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ആ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് PDF എന്നൊരു ഫോൾഡർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ മതി. നമുക്ക് ഇതുവരെ ടോട്ടൽ 8 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫയറിന്റെ 7 ക്ലാസ്സുകളും ഫസ്റ്റ് എയ്ഡിന്റെ 1 ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ PDF-ഉം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ആ സ്പെഷ്യൽ ടോപ്പിക് PDF എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് ചെക്ക് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ കണ്ടില്ല, നിങ്ങൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൾഡർ കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കസ്റ്റമർ കെയറിന്റെ നമ്പർ ഉണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:30 മുതൽ, രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് അതിന്റെ കോളിൽ നിങ്ങൾക്ക് പ്രതികരണം ലഭിക്കും. അപ്പം നാളെ ഭാരത് ബന്ദാന്ന് കേൾക്കുന്നു, ആ ഒരു റീസൺ കൊണ്ട് നാളെ ചിലപ്പം ഒരു റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഓഫീസ് അവധി ആയതുകൊണ്ടാണ്. അല്ലാത്ത ദിവസങ്ങളിൽ സൺഡേ ഒഴികെ വർക്കിംഗ് ആയിട്ടുള്ള ഏത് ഡേ വിളിച്ചാലും നിങ്ങൾക്ക് അതിൽ റെസ്പോൺസ് കിട്ടും. ഇപ്പൊ നിങ്ങൾ പെയ്ഡ് സ്റ്റുഡന്റ് അല്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ അങ്ങനെ ഒന്നും അല്ല ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഏത് സ്റ്റുഡൻസ് വിളിച്ചാലും, PSC പഠിക്കുന്ന ഏത് സ്റ്റുഡൻസ് വിളിച്ചാലും നമ്മൾ PK ലേണിംഗ്സിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഇന്നലെ എടുത്ത ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് എയ്ഡിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു ഫാക്ട് പറയുന്നതിൽ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിരുത്താൻ കൂടിയാണ്. അതായത് ഞാൻ രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് കോളാൻഡ് സ്റ്റെയ്ലർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ് കേട്ടോ. വില്യം ഹാർവിയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കോളാൻഡ് സ്റ്റെയ്നർ ബ്ലഡ് ഗ്രൂപ്പുകളാണ് കേട്ടോ, ബ്ലഡ് ഗ്രൂപ്പുകളാണ്. അപ്പൊ അതിനകത്ത് സ്റ്റെയ്നർ എന്നൊരു വാക്കുണ്ടല്ലോ, സ്റ്റെയ്നർ എന്ന് വെച്ചാൽ എന്താ, കറ എന്നൊക്കെ വരും അല്ലെ, കറ എന്നൊക്കെ അർത്ഥം വരും. അപ്പം സ്റ്റെയ്നർ എന്ന് പറഞ്ഞാൽ അപ്പം രക്തം പറ്റിയ കുറച്ച് കറ വരും അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. കോളാൻഡ് സ്റ്റെയ്നർ ആരാണ്? രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ആളാണ്. അതുപോലെ വില്യം ഹാർവിയാണ് രക്തചംക്രമണ വ്യവസ്ഥ, അതായത് CPR-ന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഹാർവിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതാണ് CAB ABC റൂള്. ഓക്കെ, അത് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, DRAB നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പൊ അതിനകത്ത് Aയും Bയും നമുക്കറിയാം അല്ലെ, എയർവേ, ബ്രീത്തിങ് ഒക്കെയാണ് നമുക്കറിയാം. അതുപോലെ അതിന്റെ കൂടെ C അല്ലെങ്കിൽ കംപ്രഷൻ, അത് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ട്. കംപ്രഷൻ നമ്മൾ വേറെ സെക്ഷനായിട്ട് നമ്മൾ നോക്കിയിരുന്നു, അത് നമുക്കറിയാം. പിന്നെന്താ, മൗത്ത് ടു മൗത്ത് റെസൂസിറ്റേഷൻ. ഓക്കെ, അപ്പം ബോധം കെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത ഒരാൾക്ക് മറ്റൊരാൾ കൃത്രിമ ശ്വാസം നൽകുന്ന ഒരു രീതിയാണ് മൗത്ത് ടു മൗത്ത് റെസൂസിറ്റേഷൻ. പിന്നെന്താ, CPR നമ്മൾ ഇന്നലെ അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഏരിയ നമ്മൾ നോക്കി. നിങ്ങൾക്ക് അറിയാം CPR എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം CPR എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് നമ്മൾ നോക്കും. നമ്മൾ അതിന്റെ കൺസെപ്റ്റ്സും അത് കൊടുക്കുന്ന രീതികളും എല്ലാം നമ്മൾ നോക്കും. ഇപ്പം അഡൽറ്റില്, അതുപോലെ ചിൽഡ്രനില്, അതുപോലെ ഇൻഫൻസില്, ഇവർക്കെല്ലാം എങ്ങനെയാണ് കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അതുപോലെ AED എന്നുള്ള കാര്യവും നമ്മൾ നോക്കും. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേഷൻ ആണ് AEDയുടെ അർത്ഥം വരുന്നത്. നമ്മൾ ക്ലാസ് നമ്മൾ മുന്നേ പോകുമ്പോൾ നമുക്ക് നോക്കും. നിങ്ങളിപ്പോൾ ഇത് കേട്ടിട്ട് ഇച്ചിരി പാടാണെന്നൊന്നും ഓർക്കണ്ട, വളരെ എളുപ്പമാണ്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യമാണ് അല്ലെ, CAB റൂള്, ABC റൂള്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തായിരുന്നു? എന്താണ് നിങ്ങൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണെന്ന് പറഞ്ഞേ. എയർവേ അല്ലെ, എയർവേ അഥവാ എന്താ, ശ്വസന പദം എന്നൊക്കെ നമുക്ക് പറയാം എയർവേ. അതുപോലെ എന്താ, ബ്രീത്തിങ്, ശ്വാസം എന്ന് പറയാം. C എന്താ പറഞ്ഞത്? C എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ. ഇതേ ഉള്ളൂ ABC. CAB എന്ന് പറയുമ്പോഴും അർത്ഥം ഇത് തന്നെയാണ്. നമ്മൾ പക്ഷേ അതിന്റെ ഓർഡറിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പം ചില വ്യക്തികളിൽ ഇപ്പം ഒന്നും വേണ്ട, ഏതൊരാൾക്കും പറ്റുന്ന ചില അപായങ്ങൾ നമുക്ക് 2 രീതി തിരിക്കാം. ആളുകൾ അബോധാവസ്ഥപ്പെടാം. ഈ അബോധാവസ്ഥ വരുന്നതിന് നമുക്ക് 2 രീതി തിരിക്കാം. ഒന്ന് കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂസും നോൺ കാർഡിയാക് ഉള്ള എമർജൻസീസും. കാർഡിയാക് എമർജൻസീസും നോൺ കാർഡിയാക് എമർജൻസീസ്. അപ്പൊ ഈ കാർഡിയാക് എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാർഡിയാക് എന്ന് വെച്ചാൽ എന്താ, ഹൃദയത്തെ സംബന്ധിച്ച് എന്നൊക്കെയാണ് അല്ലെ. ഇപ്പം ഹൃദയവുമായിട്ട് സംബന്ധിച്ച് ഡോക്ടറിനെ പറഞ്ഞ പേരാണ് കാർഡിയോളജിസ്റ്റ് എന്ന് പറയും. അത് ഇത് തന്നെയാണ്. അപ്പം കാർഡിയാക് എന്ന് വെച്ചാൽ എന്താ, ഹൃദയത്തെ സംബന്ധിച്ച എന്നുള്ളതാണ്. അപ്പൊ ഹൃദയത്തെ സംബന്ധിച്ചുള്ള എമർജൻസീസ് വരുമ്പോഴാണ് അവിടെ നമ്മൾ CAB യൂസ് ചെയ്യുന്നത്. നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലെ, സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, കാർഡിയാക് എന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, കാർഡിയാക് എന്ന് നമുക്ക് ഓർക്കാം. അപ്പം അവിടെ നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് എന്താണ്, കാർഡിയാക് എമർജൻസി സംഭവിക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു രോഗിക്ക് പറ്റുന്നത്? കാർഡിയാക് എമർജൻസി സംഭവിക്കുമ്പോൾ രക്തത്തിന്റെ ഒഴുക്ക് നിൽക്കും അല്ലെ, രക്തത്തിന്റെ ആ ഒരു ചംക്രമണം അത് നിൽക്കും അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കും അല്ലെ.
അതുപോലെ എന്താ സംഭവിക്കുന്നത്, അവിടെ ആൾക്ക് ബ്രീത്തിങ് സംഭവിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് കാർഡിയാക് എമർജൻസീസ് നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം കാർഡിയാക് ഹൃദയം പമ്പ് ചെയ്യാതെ വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പം ആൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, അതുപോലെ എന്താ രക്തത്തിന്റെ ആ ഒരു സർക്കുലേഷൻ ഉണ്ടാവുന്നില്ല. ഇത് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. എന്താണ്? ക്ലിനിക്കൽ ഡെത്ത് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ക്ലിനിക്കൽ ഡെത്ത് എന്നൊരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് എന്തെന്ന് പറഞ്ഞത്, ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞത്. അതായത് ആൾക്ക് രക്തയോട്ടം സംഭവിക്കുന്നില്ല, ആൾക്ക് എന്ത് സംഭവിക്കില്ല, ഓക്സിജൻ ബോഡിയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓക്സിജൻ രക്തത്തിലേക്ക് എടുത്തിട്ട് അത് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താണ്, ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഓക്സിജനും അതുപോലെ ബ്ലഡും ഒന്നും എത്തിക്കാൻ പറ്റാത്തപ്പോൾ എന്തെന്ന് നമുക്ക് പറയാം, അതിനെ ക്ലിനിക്കൽ ഡെത്ത് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പെർഫോം ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ രീതിയാണ് എന്ത്, സർക്കുലേഷൻ അഥവാ രക്തചംക്രമണം എന്ന് നമുക്കത് പറയാം. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ കൊടുക്കുന്ന കാര്യം എന്താണ്, ഇവിടെ കൊടുക്കുന്നതാണ് ഹൃദയത്തിൽ കംപ്രഷൻസ് കൊടുക്കും. നമ്മൾ കൊടുക്കും. ഈ കംപ്രഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഹാർട്ട് ബീറ്റ് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളവിടെ ഹാർട്ട് ബീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൽ കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മളവിടെ ഹാർട്ട് ബീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കംപ്രഷൻ കൊടുക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 100 മുതൽ 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. 100 മുതൽ 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കംപ്രഷൻസ് CPR ഈ ഒരു കംപ്രഷൻസ് കൊടുക്കേണ്ടത്. ആ ഒരു കൊടുക്കേണ്ട ഒരു വേഗതയാണ് പറഞ്ഞത്. പക്ഷേ ഈ വേഗത എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം ഓർക്കണം, വേഗത ഒരുപാട് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. കൂടി എന്ത് സംഭവിക്കും, കൂടിയാൽ ഈ വിടുന്ന ബ്ലഡ് അത് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതായത് തിരിച്ച് ഹൃദയത്തിൽ കയറുന്നതിന് മുന്നേ ആയിരിക്കും ചിലപ്പോൾ അടുത്ത കംപ്രഷൻ വരുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം അതിന് കിട്ടത്തില്ല. നമ്മൾ കംപ്രഷൻസ് കൊടുക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടത്തില്ല. പക്ഷെ അത് കുറഞ്ഞു പോയാലും ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു മീഡിയം സ്പീഡിൽ അല്ലെങ്കിൽ മീഡിയം പ്രഷറിൽ വേണം, മീഡിയം സ്പീഡിൽ വേണം അത് ചെയ്യാനായിട്ട്. ഒരുപാട് കൂടുകയും ചെയ്യരുത്, ഒരുപാട് കുറയുകയും ചെയ്യരുത്. ഓക്കെ, പിന്നെ വരുന്നുണ്ട് എയർവേ എന്നൊരു കാര്യം വരുന്നുണ്ട്. എയർവേ അല്ലെങ്കിൽ എന്താണ്, ശ്വസനപഥം. അപ്പം നമ്മൾ CPR പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് CPR എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, ഒന്ന് ഇതുപോലെയുള്ള കംപ്രഷൻസ് കൊടുക്കും, രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് ബ്രീത്തിങ് ആണ്. കംപ്രഷൻസ് കൊടുക്കും, നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കംപ്രഷൻസ് കൊടുക്കും. അതോടൊപ്പം എന്ത് ചെയ്യും, നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീത്ത് നമ്മൾ കൊടുക്കും, നമ്മളവിടെ ബ്രീത്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം, എയർവേയിൽ തടസ്സങ്ങളൊന്നുമില്ല, അതായത് ശ്വസനപഥത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഈ ശ്വസനപഥത്തിൽ തടസ്സമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ബ്രീത്ത് ആളുടെ ഉള്ളിലേക്ക് ചെല്ലുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ എയർവേയിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പം ഞാനത് പറഞ്ഞു തരാം. അപ്പൊ നമ്മളിപ്പോൾ സർക്കുലേഷൻ അതുപോലെ എയർവേ നമ്മൾ നോക്കി. എയർവേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. മീൻസ് ഇനിയിപ്പോൾ അഥവാ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതാണ് ചിൻ ലിഫ്റ്റ്, അടുത്തത് ജോ ത്രസ്റ്റ്. അപ്പൊ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, നിങ്ങളൊരു 30 തവണയെങ്കിലും ഈ ഒരു കംപ്രഷൻസ് കൊടുക്കണം. 30 കംപ്രഷൻസ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഒരു ചിൻ ലിഫ്റ്റ് എന്നുള്ള രീതി, അതായത് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ്, ഹെഡ് ഇങ്ങനെ പുറകോട്ടേക്ക് ഒന്ന് മാറ്റുക. അതോടൊപ്പം തന്നെ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ചിൻ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യണം. ഈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടങ്ക് ഇപ്പം അബോധാവസ്ഥയിലാകുമ്പോൾ ടങ്ക് ഒരു വളഞ്ഞ് അകത്തേക്ക് കിടക്കും. അപ്പൊ ഈ വരുന്ന ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എയർവേ ബ്ലോക്ക് ആവും. അപ്പൊ ഈ ബ്ലോക്കേഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിൻ ലിഫ്റ്റ് എന്നുള്ളൊരു കാര്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല, ചില ആളുകൾക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡൻസോ ഇഞ്ചുറീസോ സംഭവിക്കുമ്പോൾ അവിടെ ഒരു സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാവാം. അപ്പൊ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാവുന്ന ആൾക്ക് ഈ ഒരു ചിൻ ലിഫ്റ്റ് എന്നൊരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഒരു ഇഞ്ചുറി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളോട് ജോ ത്രസ്റ്റ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ജോ ത്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, അതായത് ഫേസ് പതിയെ മുന്നോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു ഹെഡ് പതിയെ ഒന്ന് മുന്നോട്ടേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു സ്പൈൻ ഇഞ്ചുറി നമ്മൾ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ജോ ത്രസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ ഈ ഒരു 2 രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എയർവേ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു 2 രീതിയിൽ ചിൻ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ജോ ത്രസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എക്സാം പോയിന്റിൽ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക്. ജോ ത്രസ്റ്റ് ചിൻ ലിഫ്റ്റ് ആണ്, നമ്മൾ എയർവേ ക്ലിയർ ആണ്, അല്ലെങ്കിൽ ശ്വസനപഥം ക്ലിയർ ആണ്, അല്ലെങ്കിൽ ശ്വസിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ശ്വാസം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള മാർഗം വ്യക്തമാണെന്ന് ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്.
അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രീത്തിങ് അഥവാ ശ്വസനം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ആൾക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ ഇതുപോലുള്ള കാർഡിയാക് കേസുകളിലാണെങ്കിൽ ആൾക്ക് ബ്രീത്ത് ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ അഥവാ കൃത്രിമ ശ്വാസം എന്ന രീതിയിൽ തന്നെ നമ്മൾ ശ്വാസമായിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ ഈ ശ്വാസം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമ്മളവിടെ കവർ ചെയ്തിരിക്കണം. അത് ശ്വാസം കടന്നു പോകുന്ന പ്രോപ്പറായിട്ടൊരു ഒബ്ജക്റ്റ്, അത് ഏതർ നല്ലൊരു ടവലായിരിക്കാം അല്ലെങ്കിൽ ഒരു മാസ്ക് ആയിരിക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ആളുകൾക്ക് ഏതർ വായിൽ കുറച്ച് ബ്ലഡോ അല്ലെങ്കിൽ കുറച്ച് ശബ്ദമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാനായിട്ട് ആണ് നമ്മൾ ഇങ്ങനെ ഒരു മീഡിയം നമ്മളെ ഇടയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളവിടെ എന്തൊക്കെ കണ്ടു, CABL നമ്മൾ എന്തൊക്കെ കണ്ടു. ഒന്ന്, രക്തചംക്രമണം കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ത്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഹെഡിൽ നമ്മൾ ത്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, എയർവേ ക്ലിയർ ആണോ എന്ന് നോക്കും. പിന്നെ എന്ത് ചെയ്യും, ആൾക്ക് ബ്രീത്തിങ് പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ ബ്രീത്തിങ് പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കും. ഇപ്പൊ CPR ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 30 ത്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത് കൂടാതെ അല്ലെങ്കിൽ 30 കംപ്രഷൻസ് ആണ് കൊടുക്കുന്നത്. അത് കൂടാതെ അതിന്റെ കൂടെ നമ്മൾ പിന്നെ എയർവേ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ബ്രീത്ത് ആണ് കൊടുക്കേണ്ടത്. അതായത് 30:2 എന്ന നിരക്കിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കംപ്രഷൻസ് കൊടുക്കുമ്പോൾ അത് എത്രയായിരിക്കണം നമ്മൾ കണ്ടു, 100 പെർ അല്ലെങ്കിൽ 100 to 120 എന്നുള്ള ഒരു നിരക്കിലായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. ഈ ഒരു കംപ്രഷൻസ് കൊടുക്കേണ്ടത് 100 to 120 എന്ന നിരക്കിലായിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഈ ഒരു കംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഡൽട്ടിനാണെങ്കിൽ നമ്മളത് കൊടുക്കേണ്ടത് ഒരു ഏകദേശം ഒരു 2 ഇഞ്ച് താഴ്ന്ന ഒരു രീതിയിലായിരിക്കണം. അതൊരു 5 സെന്റിമീറ്ററോളം താഴ്ന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കംപ്രഷൻ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് സ്ലൈഡ് അടുത്ത് നമുക്ക് നോക്കാം. രക്തചംക്രമണം നടത്തുന്നതിന് നെഞ്ച് കംപ്രഷനുകൾ ഉടൻ ആരംഭിക്കുക നമ്മൾ കണ്ടു അല്ലെ. CPR കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടു. CPR എത്ര എണ്ണം മിനിറ്റിൽ എത്ര എണ്ണം കൊടുക്കണം എന്നാണ് നമ്മൾ കണ്ടത്. നിങ്ങളൊന്ന് പറഞ്ഞ നമ്പർ പറഞ്ഞ എത്രയാണ്, ഞാനിപ്പോ നമ്പർ പറഞ്ഞല്ലോ, 100 to 120. അതെ, 100 to 120 ആണ്. നമ്മൾ എത്ര എണ്ണം കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ബ്രീത്തിങ് കൊടുക്കേണ്ടത്. നിങ്ങൾ നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയേ, 30 അല്ലെ, 30 എണ്ണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 30ന് ശേഷമാണ് നമ്മൾ ബ്രീത്തിങ് കൊടുക്കേണ്ടത്. അപ്പൊ നടത്തുന്ന നെഞ്ച് കംപ്രഷൻ എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം, കൃത്യമായിട്ട് അറിയാം. പിന്നെ എയർവേ, വായു കടന്നു പോകുന്നതിന് വ്യക്തമായ വഴി ഉറപ്പാക്കാൻ ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് എന്നിവ ഉപയോഗിച്ച് എയർവേ തുറക്കുക നിങ്ങൾ കണ്ടു അല്ലെ. ആ ഒരു 2 കാര്യം, ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ കണ്ടു. അതുപോലെ സ്പൈൻ ഇഞ്ചുറി വന്നയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ചെയ്യേണ്ടത്, ജോ ത്രസ്റ്റ് കൊടുക്കണം അല്ലെ. ജോ ത്രസ്റ്റ് ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വ്യക്തമാണ്. പിന്നെ എന്താണ്, ശ്വസനം പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ രക്ഷാശ്വസനം നൽകുകയും ചെയ്യുക. അപ്പൊ എത്ര രക്ഷാശ്വസനമാണ് നൽകേണ്ടത് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു. ആ നമ്പർ എന്ന് പറഞ്ഞേ, എത്ര കംപ്രഷൻ കൊടുക്കുമ്പോൾ എത്ര രക്ഷാശ്വസനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 30 കംപ്രഷൻ കൊടുക്കുമ്പോൾ 2 രക്ഷാശ്വസനം അല്ലെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്, ABC കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന CPRന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ശരി, നമുക്ക് ഇനി അടുത്തും കൂടെ നോക്കാം. മുതിർന്ന രോഗികൾക്ക് നെഞ്ച് കംപ്രഷനുകൾ കുറഞ്ഞത് 2 ഇഞ്ച് ആഴത്തിലായിരിക്കണം നമ്മൾ കണ്ടു അല്ലെ. 2 ഇഞ്ച് ആഴത്തിലായിരിക്കണം. അതായത് എത്ര സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ പറയുന്നത് എത്രയാണ്, 5 സെന്റിമീറ്റർ അല്ലെ. 5 സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്ററിന്റെ കണക്കിലാണ് പറയുന്നതെങ്കിൽ. അതുകൂടാതെ മിനിറ്റിൽ 100നും 120നും ഇടയിലുള്ള നിരക്കിൽ നൽകണം. നിങ്ങൾക്കറിയാം, നെഞ്ചിൽ കംപ്രഷൻ വളരെ സാവധാനത്തിൽ ചെയ്താൽ തലച്ചോറിലേക്ക് ആവശ്യമായ രക്തസമ്മർദ്ദം നൽകാൻ കഴിയില്ല. വളരെ വേഗത്തിൽ കംപ്രഷൻ ചെയ്താൽ അടുത്ത കംപ്രഷൻ മുമ്പ് നെഞ്ചിലേക്ക് രക്തം തിരികെ എത്താൻ കഴിയില്ല. ഇത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. വളരെ വേഗത്തിൽ കംപ്രഷൻ ചെയ്താൽ എന്ത് പറ്റും, അടുത്ത കംപ്രഷന് മുന്നേ നെഞ്ചിലോട്ട് രക്തം തിരികെ എത്താൻ മതിയായ സമയം ലഭിക്കുകയല്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സാവധാനത്തിൽ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം വേഗതയിൽ ചെയ്താലുള്ള കാര്യം നമുക്കറിയാം. സാവധാനത്തിൽ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, തലവരെ രക്തം എത്തത്തില്ല അല്ലെ. തലവരെ രക്തം എത്തത്തില്ല. അന്നേരം ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, നമുക്കിപ്പോ ക്ലിനിക്കൽ ഡെത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ക്ലിനിക്കൽ ഡെത്തിന് ഒരു 4 മിനിറ്റിന് മുമ്പെങ്കിലും, 4 to 6 മിനിറ്റ് ആണ് പറഞ്ഞതെങ്കിലും 4 മിനിറ്റിന് മുമ്പെങ്കിലും നമ്മൾ, അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ടെങ്കിലും നമ്മൾ CPR ആരംഭിച്ചിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് CPR കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്, ബ്രെയിനിലേക്ക് രക്തം എത്താതിരിക്കും. അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിലേക്ക് ഒന്നും രക്തം കിട്ടിയല്ല, അതുപോലെ തന്നെ ബ്രെയിനിലേക്കും
രക്തം എത്തത്തില്ല. ബ്രെയിനിലോട്ട് രക്തം എത്താതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഏറ്റവും അധികം നശിക്കുന്നത് ബ്രെയിൻ സെൽസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും അല്ലെ? നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടെ പറയാം. ഈ നമ്മൾ കംപ്രഷൻസ് കൊടുക്കുമ്പോഴും ഈ കംപ്രഷൻ കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുക്കണം. കാരണം ഈ കംപ്രഷൻ കൊടുത്തിട്ട് മരിച്ച ഒരു ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയാം, മൈക്കിൾ ജാക്സന്റെ കാര്യം നിങ്ങൾക്കറിയാം അല്ലെ? CPR കൊടുക്കുന്ന സമയത്താണ് വാരിയലൊടിഞ്ഞ് ഉണ്ടായ ഒരു അപകടങ്ങളും കാര്യങ്ങളുമാണ്. അതും അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു കാരണമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആൾക്ക് കംപ്രഷൻസ് കൊടുക്കുമ്പോൾ ആളുടെ ആരോഗ്യസ്ഥിതിയും കൂടെ നിങ്ങൾ കണക്കിലെടുക്കണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നതാണ് ABC റൂള്. അപ്പൊ നമ്മൾ നേരത്തെ എന്ത് കണ്ടു? നമ്മൾ CAB റൂള് കണ്ടു. നമ്മളത് ഏത് എമർജൻസീസിലാണ് നോക്കിയത്? കാർഡിയാക് എമർജൻസീസ് അഥവാ ഹൃദയത്തെ സംബന്ധിച്ചുള്ള എമർജൻസീസ് വരുമ്പോഴാണ് നമ്മൾ CAB കൊടുക്കുന്നതെന്ന് കണ്ടു. പക്ഷെ ഹൃദയത്തെ സംബന്ധിക്കാത്ത ചില എമർജൻസീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു കാര്യങ്ങൾ വരുമ്പോൾ അത് ഹൃദയത്തെ സംബന്ധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി അടിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഈ അപകടങ്ങൾ ഉണ്ടാവുന്നതിന്റെ ബേസിക് കാരണം എന്തല്ല? ഹൃദയമല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? നോൺ കാർഡിയാക് എമർജൻസീസ് എന്ന് നമ്മൾ അതിനെ പറയും. അപ്പൊ ഈ നോൺ കാർഡിയാക് എമർജൻസീസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ABC റൂള് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നോൺ കാർഡിയക് എമർജൻസി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ രീതിയിൽ ഓർത്താൽ മതി. ABC കണക്ട് ആണെങ്കിൽ ഈ രീതിയിൽ ഓർത്താൽ മതി. അത് കാർഡിയക്കിനെ സംബന്ധിച്ച് എന്താണ് അത്ര ഒരുപാട് പ്രശ്നമുള്ള ഒരു എമർജൻസി അല്ല എന്ന് ഓർക്കുക. അപ്പൊ എന്താ നമ്മൾ ABC നമ്മൾ പയ്യെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതിനെ ഓർത്താൽ മതി. അപ്പം ABC ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? നോൺ കാർഡിയക് എമർജൻസീസ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആളുകൾ മരുന്ന് കൂടുതൽ കഴിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൂടുതൽ കഴിച്ച ആള് എന്തായി? ആള് കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ടായ ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ ആൾക്ക് പ്രതികരണ കാര്യങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ABC. അല്ലെങ്കിൽ ആള് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു, അതായത് രക്ഷിച്ചുള്ള പെട്ടെന്നുള്ള സമയമാണെങ്കിൽ അവിടെ ഇത് വർക്ക് ചെയ്യും കേട്ടോ. ഒരുപാട് സമയം ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ ഡെത്ത് കാര്യങ്ങളോടൊക്കെ പോകും. പക്ഷെ അതിന് മുന്നേ ആണെങ്കിൽ എമർജൻസി, ആ ഒരു ഗോൾഡൻ അവർ എന്നൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ, ഗോൾഡൻ അവർ നിങ്ങൾക്കറിയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഗോൾഡൻ അവർ ഒക്കെ അറിയാം. അപ്പം അതിന് ആ ഒരു സമയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് റെസ്ക്യൂ ചെയ്ത ആദ്യത്തെ മിനിറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്കിത് രക്ഷിച്ചെടുക്കാവുന്നുള്ളൂ. അതുപോലെ മറ്റ് ചില എമർജൻസീസ് ഒക്കെ വരുമ്പോഴും ഇപ്പം ഇലക്ട്രിസിറ്റി അടിച്ചുള്ള ഒരു മരണം, അല്ലെങ്കിൽ ഇലക്ട്രോക്യൂട്ട് ചെയ്യുന്നൊക്കെ പറയും, വൈദ്യുതാഘാതം ഏൽക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ABC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ശ്വസനപഥം ചെക്ക് ചെയ്യും. എങ്ങനെയാണ് ശ്വസനപഥം ചെക്ക് ചെയ്യുന്നത് പറഞ്ഞ്? നേരത്തെ സ്ലൈഡുകൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞു എങ്ങനെയാണ് ശ്വസനപഥം ചെക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ടെക്നിക്ക് അല്ലെ? ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ടെക്നിക്ക്. ഇനിയിപ്പോൾ അതല്ല, ആൾക്ക് എന്തെങ്കിലും സ്പൈനൽ ഇഞ്ചുറി വന്നാൽ നമ്മളവിടെ എന്ത് ചെയ്യും? ജോ ത്രസ്റ്റ് നമ്മൾ കൊടുക്കും. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളത് എന്ത് പ്രൊസീജിയർ ഒന്നും പഠിക്കണ്ട. ജോ ത്രസ്റ്റിന്റെ അതുപോലെ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ അതൊന്നും ചോദിക്കത്തില്ല. നിങ്ങളോട് ഇങ്ങനൊരു ടെക്നിക്ക് ഉണ്ടോ എന്ന് തന്നെ ചോദിച്ചെങ്കിലായി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത്രയും ഇതിലെടുത്താൽ മതി അതിനെ. പിന്നെ എന്താണ്? ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വസനം. ആൾക്ക് ശ്വസനം പ്രോപ്പർ ആയിട്ട് ആ സമയത്ത് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുന്നു അല്ലെ? മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കും. കൃത്രിമ ശ്വാസം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നോക്കേണ്ടത് പൾസ് വർക്ക് ആവുന്നുണ്ടോ എന്നാണ്. അതായത് പൾസിലൂടെ ആളുടെ പൾസ് വർക്ക് ചെയ്യുന്നുണ്ടോ, രക്തയോട്ടം ഉണ്ടോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങളവിടെ ശ്രദ്ധിക്കുകയാണ് പൾസ് വർക്ക് ആവുന്നില്ലെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളവിടെ എന്ത് ചെയ്തോണം? അവിടെ ഉടനെ നിങ്ങൾ സർക്കുലേഷൻ ആക്റ്റീവ് ചെയ്തോണം. സർക്കുലേഷൻ ആക്റ്റീവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? CPR ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് കൈ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. കൈ അതിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, CPR കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൈ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ എന്താണ്? കൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഇത് കൊടുക്കുന്ന സമയത്ത് കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, നമുക്ക് അത്രയും പ്രൊസീജിയറിലോട്ട് പോകണ്ട. ഓക്കെ, അപ്പൊ പക്ഷേ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളെന്നൊക്കെ നിങ്ങളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് ABC കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നമുക്കത് ഒന്ന് കുറച്ച് വ്യക്തമായിട്ട് നോക്കാം. എന്താണ് ശ്വസനപഥം കൊണ്ട്, അല്ലെങ്കിൽ കൊണ്ട് എന്താണ്? എയർവേ അഥവാ ശ്വസനപഥം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ശ്വാസപഥം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്വസനനാളം വ്യക്തമാണെന്ന് ഉറപ്പാക്കുക. ഓക്കെ, ശ്വസനനാളം വ്യക്തമാണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ടെക്നിക്ക് അല്ലെ? ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ്. അതുപോലെ എന്താ? സ്പൈൻ ഇഞ്ചുറി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ജോ ത്രസ്റ്റ്. ഓക്കെ, പിന്നെന്താണ്? ശ്വസനം ശരിയായ രീതിയിൽ അദ്ദേഹത്തിന് നടക്കുന്നുണ്ടോ? ശ്വസനം പരിശോധിക്കുന്നു. വ്യക്തി ശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ രക്ഷാശ്വസനം നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത എന്താണ് ചെയ്യുന്നത്? രക്തചംക്രമണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. രക്തചംക്രമണവും ബ്രീത്തിങ്ങും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കും. അത് ഒരുപാട് നേരം എക്സ്റ്റെൻഡ് ആയി പോയാൽ എന്ത് സംഭവിക്കും? അവിടെ ബയോളജിക്കൽ ഡെത്ത് സംഭവിക്കും. ഓക്കെ, അപ്പം പൾസ് പരിശോധിക്കുന്നു. പിന്നെ എന്താണ്? പൾസ് ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്മളവിടെ ചെസ്റ്റ് കംപ്രഷൻ, നെഞ്ച് കംപ്രഷൻ നമ്മളവിടെ ആരംഭിക്കും. ഓക്കെ,
ഇതിന്റെ ഉദാഹരണം എന്തൊക്കെയാണ്? മുങ്ങി മരണം അഥവാ എന്താ, നമ്മൾ നോൺ കാർഡിയാക് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, നോൺ കാർഡിയാക് എന്ന് നമ്മൾ പറഞ്ഞു. ശരി, അതായത് മുങ്ങി മരണം, ശ്വാസം മുട്ടല്, അല്ലെങ്കിൽ എന്താണ് ഹൃദയം സംബന്ധമല്ലാത്ത ആഘാതം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ, ഇപ്പൊ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതാഘാതം ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഈ ടെക്നിക്കാണ്, ABC ടെക്നിക്കാണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ സമീപനം ആദ്യം ശ്വസനം ഉറപ്പാക്കുന്നതിലും പിന്നീട് രക്തചംക്രമണം ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റത് കാർഡിയാക് ആണ്, കാർഡിയാക് ഇഷ്യൂസ് ആണ്. അത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രക്തചംക്രമണം കൃത്യമായിട്ടുണ്ട് നമ്മൾ ഉറപ്പിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ഉറപ്പിക്കണം? ബ്രീത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു, ബ്രീത്തിന്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് നമ്മൾ ഉറപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ആണെങ്കിൽ വരുന്നത് ആദ്യം ശ്വസനമാണ് ഉറപ്പാക്കുന്നത്, ആദ്യം ശ്വസനം ഉറപ്പാക്കുന്നു, പിന്നീടാണ് എന്ത് രക്തചംക്രമണം നമ്മൾ ഉറപ്പാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് +2 ഗ്രൂപ്പ് കിട്ടും. അതിനകത്ത് ഒരു സ്പെഷ്യൽ ടോപ്പിക് PDF എന്നുള്ള ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് ഈ PDF അവൈലബിൾ ആയിരിക്കും കേട്ടോ. ക്ലാസ് തുടങ്ങി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു PDF അവിടെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇനി PDF അഥവാ കാണാനോ ഒന്നും പറ്റുന്നില്ല, നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ കസ്റ്റമർ കെയറിന്റെ നമ്പർ ഉണ്ട്. രാവിലെ 9:30ക്കും 5:30ക്കും ഇടയിലാണ് നിങ്ങൾ വിളിച്ചാൽ അവർ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ എന്താണ് നമുക്ക് നോക്കാം. മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ, ഓക്കെ, ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എന്താണ് മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ? എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞത്? നമ്മൾ ഇത്ര നാളെ നമ്മൾ CPR അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ABS CAB ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ ബ്രീത്തിങ് നമ്മൾ പറഞ്ഞു അല്ലെ, ബ്രീത്തിങ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് എന്ത് മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ. അപ്പൊ ഈ ചില സന്ദർഭങ്ങളിൽ എന്താണ് മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ മാത്രം മതി. അതായത് നമ്മളിപ്പോൾ ABC പോലെയുള്ള ABC ആ ഒരു ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ഉണ്ട്, നോൺ കാർഡിയാക്, അവിടെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ബ്രീത്ത് കൊടുക്കുമ്പോൾ തന്നെ ആൾ നോർമൽ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലതിനകത്ത് നമുക്ക് ഫസ്റ്റ് എയ്ഡ്, ഇപ്പൊ നോൺ കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ നമുക്ക് ഫസ്റ്റ് പോകുന്നത് ഇത് തന്നെയാണ്. എയർവേ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രീത്തിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ ഇപ്പൊ CPR റിലേറ്റഡ് ആണെങ്കിലും അല്ലാത്ത, അതായത് ഇപ്പൊ കാർഡിയാക് ആണെങ്കിലും നോൺ കാർഡിയാക് ആണെങ്കിലും അവിടെ എല്ലാം ഉപയോഗം വരുന്നതാണ്, അല്ലെങ്കിൽ അവിടെ എല്ലാം നമ്മൾ നൽകുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ പറയുന്ന മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. പ്രഥമ ശുശ്രൂഷയിലും CPRലും ഉപയോഗിക്കുന്ന ഒരു രക്ഷാശ്വസന രീതിയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ABC CAB എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ഈ മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ രക്ഷാപ്രവർത്തകന്റെ ശ്വാസകോശത്തിൽ നിന്ന് ശ്വസിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് നേരിട്ട് ഓക്സിജൻ വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലെ. അതായത് ഒരു വ്യക്തി ഇപ്പം നമ്മൾ നെഞ്ച് കംപ്രഷൻ എന്താണ് കൊടുക്കുന്നത്? നെഞ്ച് കംപ്രഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആർട്ടിഫിഷ്യലി നമ്മളൊരു ഹാർട്ട് ബീറ്റ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, ആർട്ടിഫിഷ്യലി നമ്മൾ അവിടെ ഒരു ഹാർട്ട് ബീറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യലി ആൾക്കൊരു ബ്രീത്ത് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. നമ്മൾ ഈ ബ്രീത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ആളുടെ വായിൽ നമ്മൾ ഊതുമ്പോൾ നമ്മളെ അവിടെ എന്താണ് നമുക്ക് കാണുന്നത്? അവിടെ ആളുടെ ചെസ്റ്റ് പയ്യെ ഒന്ന് റൈസ് ചെയ്യും അല്ലെ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിന്നിട്ട് ഒന്ന് ശ്വസിച്ച് നോക്കിയേ, ഒന്ന് ശ്വസിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് പയ്യെ ഒന്ന് പൊങ്ങുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങളതിപ്പം മാനുവലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ ഒരു ബ്രീത്ത് കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. അതായത് ആളുടെ ഉള്ളിലേക്ക് ആ ഒരു ബ്രീത്ത് എടുക്കും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു എക്സ്ട്രാ നമ്മൾ പുറത്തു നിന്ന് ഒരു ശ്വാസം ആൾക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരു വ്യക്തി ശ്വസിക്കുന്നത് നിർത്തിയിട്ടും പൾസ് ഉള്ളപ്പോൾ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം ഒരു വ്യക്തിക്ക് പൾസ് ഉള്ളപ്പം, അതായത് ഇപ്പം നോൺ കാർഡിയാക് ആണെങ്കിൽ ആൾക്ക് പൾസ് ഉണ്ടാവും. ഇപ്പൊ നോൺ കാർഡിയാക് ഇതുപോലെ എമർജൻസീസ് ആണെങ്കിൽ ആൾക്ക് തീർച്ചയായിട്ടും പൾസ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ആ ഒരു സമയത്ത് ഈ മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ മതിയായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അല്ലാതെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതായത് പൾസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നെഞ്ച് കംപ്രഷനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ബ്രീത്ത് കൊടുക്കണം. ബ്രീത്ത് കൊടുത്തിട്ട് ആൾക്ക് വേറെ അനക്കങ്ങളോ കാര്യങ്ങളോ ഇല്ല, അതായത് പൾസോ കാര്യങ്ങളൊന്നും ഇല്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നെഞ്ച് കംപ്രഷൻ കൂടെ കൊടുക്കണം. അപ്പൊ എപ്പോഴൊക്കെയാണ് ഇത് കൊടുക്കുന്നത്? അതായത് വായോട് വാ ചേർത്തുള്ള പുനരുത്തേജനം. ഓക്കെ, ഞാൻ അടുത്തൊരു സ്ലൈഡിൽ മലയാളത്തിൽ ഇത് എഴുതി ചേർത്തിട്ടുണ്ട്, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കിപ്പം ചിലപ്പോൾ എക്സാമിന് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും വായോട് വായ ചേർത്തുള്ള പുനരുത്തേജനം എന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തെറ്റരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റാതെ പോകരുത്. ഇപ്പൊ ചിലർക്ക് ഇത് ഇംഗ്ലീഷിൽ ടൈം അറിയാം, പക്ഷെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അടുത്തൊരു സ്ലൈഡിൽ മലയാളത്തിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇത് എപ്പോൾ നൽകണം? വ്യക്തി അബോധാവസ്ഥയിലാണ്. ഓക്കെ, ഒരു വ്യക്തി അവസ്ഥയിലാണ്, പക്ഷെ എന്താണ് സാധാരണ രീതിയിൽ ശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ ഈ ഒരു മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ വായോട് വായ ചേർത്തുള്ള പുനരുത്തേജനം നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം. പിന്നെന്താണ്? ഹൃദയസ്തംഭനം
അതുപോലെ ഹൃദയസ്തംഭനം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹൃദയസ്തംഭനം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണം. അതിനുശേഷമായിരിക്കും അതിനുശേഷം എയർവേ ക്ലിയർ ചെയ്തതിനു ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു ബ്രീത്ത് കൊടുക്കുന്നത്. പിന്നെ എന്താ, മുങ്ങിമരണം, മയക്കുമരുന്നിന്റെ അമിത അളവ്, ശ്വാസം മുട്ടൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, അത് നോൺ കാർഡിയക് ആണ്. നോൺ കാർഡിയക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? അവിടെ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ എയർവേ ക്ലിയർ ചെയ്യുക, അല്ലെ? ശ്വസനപഥം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ബ്രീത്ത് കൊടുക്കുന്നു, അതിനുശേഷം പൾസ് ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവിടെ ഈ ഒരു ചെസ്റ്റ് കംപ്രഷനിലോട്ട് പോകുന്നത്. ഓക്കെ, വൈദ്യുതിയാഘാതവും അതിനകത്ത് പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ഒരു ബ്രീത്ത് അല്ലെങ്കിൽ എയർ റെസിസ്റ്റേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് ചെസ്റ്റ് കംപ്രഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അതുപോലെ നിങ്ങൾക്ക് എയർവേ അല്ലെങ്കിൽ ശ്വസനപഥം എങ്ങനെ ആണ് നിങ്ങൾ അത് ക്ലിയർ ആക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. അതായത് മൗത്ത് ടു മൗത്ത് റെസിസ്റ്റേഷന്റെ പ്രോസസ്സ്. ഇന്നലെ നമ്മൾ എന്ത് പഠിച്ചു? ഇന്നലെ നമ്മൾ പഠിച്ചെന്താണ്? ഡ്രാബ് എന്താണ്? ഡ്രാബ് എന്താണ് പറഞ്ഞേ? ഡ്രാബ് എന്താണെന്ന് പറഞ്ഞേ? ഡേഞ്ചർ, ഡേഞ്ചർ റെസ്പോൺസ്, ഡേഞ്ചർ റെസ്പോൺസ്, എയർവേ, ബ്രീത്ത്. ശരി, നിങ്ങൾക്കപ്പോൾ അത് ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ആദ്യം വരേണ്ടത്. ഇത് രണ്ടാമത്. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് വ്യക്തിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക, അല്ലെ? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ സേഫ് ആണെന്ന് ഉറപ്പാക്കണം, വ്യക്തി സേഫ് ആണെന്ന് ഉറപ്പാക്കണം, അല്ലെ? ശരിയാണല്ലോ. പിന്നെ എന്ത് ചെയ്യണം? ആളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നമ്മൾ മാറ്റുകയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. ശരി, പിന്നെ എന്ത് ചെയ്യണം? രോഗിയുടെ പ്രതികരണം പരിശോധിക്കണം. റെസ്പോൺസ് നമ്മൾ ഡി ചെയ്ത് നോക്കി, നമ്മൾ റെസ്പോൺസ് നോക്കുകയാണ്. രോഗിയുടെ പ്രതികരണം നമ്മൾ പരിശോധിച്ചു. ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? ആളുടെ എയർവേ ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതായത് ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? ആൾ വേറെ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അതോ ആൾക്ക് ബ്രീത്ത് ഒന്നും ഇല്ലേ? ആളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ലേ? അല്ലെങ്കിൽ പൾസ് ഇല്ലേ? ഇതെല്ലാം നമ്മൾ നോക്കും, അല്ലേ? പിന്നെന്താണ് ചെയ്യേണ്ടത്? ശ്വസനപഥം. അപ്പൊ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആളുടെ ശ്വസനപഥം നമ്മൾ തുറക്കും, അല്ലെ? നമ്മൾ അവിടെ എയർവേ നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ എന്താണ്? മൂക്ക് പൊത്തിപ്പിടിച്ച് നമ്മളവിടെ ഒരു സീല് സൃഷ്ടിക്കണം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ മൂക്ക് പൊത്തിപ്പിടിക്കുന്നു. എന്തിനാണ്? നമ്മൾ വായിലൂടെ ഊതുമ്പോൾ മൂക്കിലൂടെ അത് പോകരുത്, അല്ലെ? ഇത് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് തന്നെ പോകണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മൂക്ക് പൊത്തിപ്പിടിച്ച ഒരു സീല് സൃഷ്ടിക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പൊത്തിപ്പിടിക്കുന്നതേ ഉള്ളൂ. പിന്നെന്താണ്? രക്ഷാശ്വാസനം നൽകണം, ബ്രീത്ത് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ എയർവേ ക്ലിയർ ചെയ്ത് നമ്മൾ ബ്രീത്ത് കൊടുത്തു തുടങ്ങുന്നു. ബ്രീത്ത് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതെന്താണ്? ആൾക്ക് നോൺ കാർഡിയക് ആണെങ്കിൽ പൾസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. പൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രീത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 15-20 ബ്രീത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും, ഇപ്പൊ മുങ്ങി മരിച്ച ആളാണെങ്കിൽ ആൾക്ക് ആ സമയത്ത് ഒരു നീല നിറമായിരിക്കും. ആൾക്ക് ഈ ഒരു ബ്രീത്ത് എടുത്തു, അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വെള്ളം മുങ്ങുന്നത് നമ്മൾ രക്ഷിച്ച് കയറ്റി ആ ഒരു സമയത്ത് ബ്രീത്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു കളർ മാറും, ആ ഒരു നീല കളർ മാറിയിട്ട് നോർമലിലേക്ക് അത് എത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം അവിടെ ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? ആവശ്യാനുസരണം ഇത് തുടരുക എന്ന് വെച്ചാൽ അത് പിന്നീടും അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രീത്ത് നിങ്ങൾക്ക് പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പിന്നീട് നിങ്ങൾ പൾസ് ചെയ്യുമ്പോൾ പൾസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം പറഞ്ഞ്? പൾസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം പറഞ്ഞ്? നിങ്ങളൊരു ഫയർമാൻ ആണ്, നിങ്ങൾ ആൾക്കാരെ രക്ഷിക്കുകയാണ്. നിങ്ങൾ ഇത്രയും പ്രൊസീജിയർ നിങ്ങൾ ചെയ്തു, ആൾക്ക് ബ്രീത്ത് ഒക്കെ കൊടുത്തു, നിങ്ങൾ പൾസ് ചെക്ക് ചെയ്തു, ആൾക്ക് പൾസ് കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞ്? ഓക്കെ, കംപ്രഷൻ കൊടുക്കും, അല്ലെ? ചെസ്റ്റ് കംപ്രഷൻ നിങ്ങൾ അവിടെ കൊടുക്കും. ശരി, ക്ലിയർ ആണ്. അവിടെ ചെസ്റ്റ് കംപ്രഷൻ തുടരുക എന്നേ ഉള്ളൂ. ഇതിപ്പോൾ മൗത്ത് റെസിസ്റ്റേഷൻ പ്രോസസ് ആയതുകൊണ്ട് മാത്രം ഞാൻ ചെസ്റ്റ് കംപ്രഷൻ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ജനറൽ കേസസിൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ക്ലിയർ ആണ്, വ്യക്തമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ CPR പോവാണ്, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ഇനി പറഞ്ഞു തരേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ്. ശരി, നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: ഒരാളുടെ ഹൃദയം നിൽക്കുന്നു, ഒരാളുടെ ഹൃദയം നിന്നു പോകുന്നു, ആൾക്ക് രക്തയോട്ടമില്ല, ആൾക്ക് വേറെ എന്തില്ല, ആൾക്ക് ബ്രീത്ത് നടക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സോ ഒന്നുമില്ല, പൾസ് അടിക്കുന്ന ഒന്നുമില്ല. എന്ത് ചെയ്യണം? അവിടെ എന്ത് ചെയ്യണം പറഞ്ഞ? അവിടെ ഏതാണ്? ABC ആണോ CAB ആണോ അവിടെ യൂസ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ABC ആണോ CAB ആണോ അവിടെ യൂസ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് CAB, അല്ലെ? CAB ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പം ഒരാളുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ശ്വസനം നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അടിയന്തര ജീവൻ രക്ഷിക്കൽ ഉപാധിയാണ് എന്ത്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, അല്ലെ? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ശരി, ക്ലിയർ ആണ്.
ആരാണ് ഫാദർ ഓഫ് CPR എന്ന് പറഞ്ഞ ആരാണ്? ഫാദർ ഓഫ് CPR എന്ന് പറഞ്ഞ ആരാണ്? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് പീറ്റർ സഫർ അല്ലെ? ഫാദർ ഓഫ് CPR എന്ന് പറയുന്നത് പീറ്റർ സഫർ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ആരാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? കിട്ടുന്നുണ്ടോ നോക്കി? ജെയിംസ് ഏലം അല്ലെ? ജെയിംസ് ഏലം ആണ് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. CPR-ൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ്? നെഞ്ച് കംപ്രഷനും അതുപോലെ എന്താണ് രക്ഷാശ്വസനങ്ങളും ആണ് ഇതിനകത്ത് വരുന്നത്. ചെസ്റ്റ് കംപ്രഷനും അതുപോലെ ബ്രീത്തുമാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മൗത്ത് ടു മൗത്ത് എയർ റെസിസ്റ്റേഷൻ അഥവാ ആ ഒരു ബ്രീത്തുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ നടുക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു, നമ്മൾ എഴുതിയില്ല, നമ്മൾ C എഴുതി, പിന്നെ നമ്മൾ B എഴുതി, എന്നെ നടുക്ക് നമ്മൾ A എഴുതി കാണിച്ചിരുന്നു അല്ലെ? അതിന്റെ എന്താണ് നമ്മൾ എയർവേ ക്ലിയർ ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഓർമ്മയിൽ ഉണ്ടാവണം. CPR-ൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു ഇമേജും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് അതിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ നിങ്ങൾ കണ്ടു ആ ഒരു കൈ വെക്കുന്ന രീതി നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ കൈ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ എങ്ങനെ ഇരിക്കണം? സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അല്ലെ? ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ചെസ്റ്റ് എത്രയാണ് കൊടുക്കുന്നത്? ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 30 ആണ് അല്ലെ? 30 എണ്ണം ഓർമ്മയിലുണ്ടല്ലോ. പഠിച്ചു പോയിക്കോണേ, ഇപ്പോഴേ തന്നെ പഠിച്ചു പോയിക്കോണേ. നിങ്ങളത് വേറെ ഇനി ഒന്നുകൂടെ പഠിക്കാനായിട്ട് നിൽക്കണ്ട, ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. ആ കൂടെ നമ്മൾ എയർവേ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിന് ഉപയോഗിക്കേണ്ട രീതി ഏതൊക്കെയാണ്? ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് അല്ലെ? ആ കൂടെ എന്താണ് സ്പൈൻ ഇഞ്ചുറി വന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? ജോ ത്രസ്റ്റ് നമ്മളവിടെ യൂസ് ചെയ്യും. ശരി, അത് ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ബ്രീത്ത് കൊടുക്കുന്നുണ്ട്. എത്ര കംപ്രഷൻ എത്ര ബ്രീത്ത് ആണ് കൊടുക്കുന്നത്? 30 കംപ്രഷന് 2 ബ്രീത്ത് അല്ലെ? 30 കംപ്രഷന് 2 ബ്രീത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ? അതുപോലെ നിങ്ങൾ കൊടുക്കേണ്ട കംപ്രഷൻസ് എത്ര എണ്ണാണെന്ന് അറിയാലോ? മിനിറ്റിൽ എത്ര എണ്ണാണെന്ന് അറിയാലോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. 100 to 120 എണ്ണം. അതുപോലെ എത്ര സെന്റിമീറ്റർ ഡെപ്തിലാണ് കൊടുക്കേണ്ടത്? എത്ര സെന്റിമീറ്റർ ആണ്? 2 എന്ന് പറയല്ലേ? 2 എന്ന് പറയില്ല, അത് ഇഞ്ചാണ്. 2 ഇഞ്ചാണ്. അത് 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 സെന്റിമീറ്ററോളം ഡെപ്തിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് അഡൽട്ടിന്റെ കേസാണ് കേട്ടോ പറഞ്ഞത്. അഡൽട്ടിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സീൻ ക്ലിയർ ആണ്. ശരി, പിന്നെ എന്താണ് CPR-ന്റെ ഉദ്ദേശം? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? CPR സ്ലോ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മൾ പറഞ്ഞു? ഈ രക്തം തലച്ചോറിലേക്ക് എത്തിയല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് സ്പീഡായാലും എന്ത് സംഭവിക്കും? ഈ രക്തം നമ്മളെ പ്രസ് ചെയ്യുമ്പോൾ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിയാലും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ CPR-ന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയേ. തലച്ചോറിലേക്കും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം നിലനിർത്തുക. ഓക്കെ, ഇപ്പം സുപ്രധാന അവയവങ്ങൾ പറയുമ്പോൾ തലച്ചോറിന്റെ ഒരു പ്രശ്നം വെച്ചാൽ അത് ഓഫ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആ ഒരു ബ്രെയിൻ സെൽസ് എല്ലാം ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും കുറച്ച് പണിപ്പെട്ടാണെങ്കിലും ഒരുപാട് സീരിയസ് ആയിരിക്കും നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് പറ്റത്തില്ല. അപ്പൊ തലച്ചോറിനൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണുള്ള കാര്യം ഓർമ്മ വെക്കണം. അതുപോലെ തന്നെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കുന്നത് എന്ത് ചെയ്യും? സംഭവിച്ചാൽ അവിടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നതും മരണവും തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ CPR നടത്തുന്നത്. അപ്പൊ ഈ CPR എപ്പോ വരെ കണ്ടിന്യൂ ചെയ്യണം? നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ആംബുലൻസ്, ഒരു സർവ്വസന്നാഹമായിട്ടൊരു ആംബുലൻസ്, അല്ലെങ്കിൽ വളരെ നവീകരിച്ച രീതിയിലുള്ള ആംബുലൻസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരുപാട് മെഡിക്കൽ എയ്ഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് AED എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും അല്ലെ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേഷൻ എന്ന് പറയും. അപ്പം ഇത് വരുന്നത് വരെ, ഇതുള്ള ആംബുലൻസ് എത്തുന്നത് വരെ നിങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നിങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കണം. CPR ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കണം. ശരി, ക്ലിയർ ആണല്ലോ? വ്യക്തമാണല്ലോ? അപ്പൊ ഈ CPR-ന്റെ നടപടിക്രമം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മുതിർന്നവർക്കുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. CAB നിങ്ങൾക്കറിയാം, CAB-യും അതിന്റെ ക്രമവും നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് ഇതിന് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഏതാണ്? CAB എന്ന് പറയുമ്പോൾ ഏതാണ്? C എന്താണ് പറഞ്ഞേ? C സർക്കുലേഷൻ അല്ലെ? സർക്കുലേഷൻ അഥവാ രക്തചംക്രമണം എന്നതാണ് C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? കൈകൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത്, അതായത് ഒരു ഏകദേശം ഒരു കോളർ ബോണിന്റെ ഒരു താഴെയായിട്ട്, ഒരു കോളർ ബോണിന്റെ ഒരു താഴെ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഈ ഒരു കൈകൾ വെക്കേണ്ടത്. അത് നെഞ്ച് തുടങ്ങുന്നതിന്റെ ഒരു മുകളിൽ, നെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു മുകൾ എന്ന രീതിയിലാണ് നിങ്ങൾ ആ കൈകൾ വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നെഞ്ചിന്റെ മധ്യഭാഗം എന്നൊക്കെ പറഞ്ഞാലും പ്രശ്നമില്ല, മധ്യഭാഗമായാലും ഇച്ചിരി മുകളായാലും ഓക്കെ ആണ്. ഓക്കെ, പിന്നെന്താണ്? വിരലുകൾ ഇന്റർലോക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? ആ ഒരു ഇമേജ്, നമ്മളൊരു ക്ലോസ് ഇമേജും രണ്ടാമത്തെ ഇമേജും നമ്മൾ കഴിഞ്ഞൊരു സ്ലൈഡിൽ കണ്ടു. എങ്ങനെയാണ് വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക, കൈമുട്ടുകൾ നേരെ വെക്കുക, കൈമുട്ടുകൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. ഇപ്പം ആക്ച്വലി എക്സാമിന് നിങ്ങളോട് ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ CPR എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ CPR-ന്റെ ഫുൾ ഫോം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ.
പക്ഷെ ഇതിൽ നിങ്ങളുടെ സിലബസിൽ ഈ CPR കൺസെപ്റ്റും പ്രൊസീജിയറും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറും കൂടെ പറയുന്നത് കേട്ടോ. ശരി, പിന്നെ എന്താണ്? കഠിനമായും വേഗത്തിലും അമർത്തുക, കഠിനമായും വേഗത്തിലും അമർത്തുക. പക്ഷെ അതെന്താ, ഒരുപാട് വേഗതയാകാൻ പാടില്ല, അതിന്റെ ഒരു മീഡിയം ഒരു വേഗതയിൽ വേണം അത് അമർത്താനായിട്ട്. ആഴം എത്രയാണ്? കുറഞ്ഞത് 2 ഇഞ്ച് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു കുറഞ്ഞത് 2 ഇഞ്ച്, അതായത് എത്രയാണ്? 5 സെന്റിമീറ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ടല്ലോ. CPR അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്കും പെർഫോം ചെയ്യാമെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നാട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് CPR അറിയാൻ മേലാത്തതിന്റെ പേരിൽ അവിടെ ആർക്കും ഒരു നഷ്ടവും ഇനി സംഭവിക്കത്തില്ല. ശരി, അപ്പൊ അത് കൊടുക്കേണ്ട എത്രയാണ്? മിനിറ്റിൽ എത്രയാണ്? 100, 120 കംപ്രഷനുകൾ. അതുപോലെ ഓരോ കംപ്രഷന് ശേഷം നെഞ്ച് പൂർണ്ണമായും പിന്നിലേക്ക് പോകാൻ അനുവദിക്കുക. അതായത് ഒരു കംപ്രഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു നെഞ്ചൊന്ന് പയ്യെ നിവർന്ന് വരണം. കാരണം എന്താ, ആ ടൈമിലേക്ക് ബ്ലഡ് വരുമ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും. പിന്നെ എത്രയാണ്? 30 കംപ്രഷനുകൾ നൽകുക എന്നുള്ളതാണ്. 30 കംപ്രഷനും നമ്മൾ പറഞ്ഞല്ലേ, 30 കംപ്രഷനും 2 ബ്രീത്തുമാണ്. നിങ്ങൾക്ക് അത് ക്ലിയർ ആണ്. ശരി, പിന്നെ എന്താണ്? എയർവേ അല്ലെങ്കിൽ ശ്വസനപഥം ക്ലിയർ ചെയ്യുക. എയർവേ അല്ലെങ്കിൽ ശ്വസനപഥം ക്ലിയർ ചെയ്യുക നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിനെന്താണ്? ഹെഡ് ടിൽറ്റ്, ജോ ലിഫ്റ്റ് ടെക്നിക്ക് നമുക്കറിയാം. അതുപോലെ എന്തൊക്കെ നമ്മൾ വേറെ പറഞ്ഞു? ജോ ത്രസ്റ്റ് അല്ലെ, സ്പൈൻ ഇഞ്ചുറി വന്നവർക്ക് ജോ ത്രസ്റ്റ്. പിന്നെ എന്താണ്? എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്ത് പറഞ്ഞു? പെൻടോർച്ച് വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏതൊരു പെൻടോർച്ച് ഇട്ട് നോക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കൈയുടെ വിരൽ പകുതി ഒന്ന് മടക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ഓടിച്ചു നോക്കാം, അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് തടഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ അത് ചെക്ക് ചെയ്യാം. ബി എന്നാൽ ശ്വാസനം അല്ലേ, ബ്രീത്ത് അഥവാ എന്താ? ശ്വസനം. ശരി, നമുക്ക് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടതാണ് രക്ഷാശ്വസനങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം രക്ഷാശ്വസനം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം മൂക്ക് പിഞ്ച് ചെയ്ത് നമ്മൾ മൂക്ക് സീൽ ചെയ്ത് വെക്കണം നമ്മൾ പറഞ്ഞു അല്ലേ. എന്തിനാണ് മൂക്ക് കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുന്നത്? എന്തിനാണ്? ഉള്ളിലേക്ക് ഊതുന്ന വായു പുറത്തു വധിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ എന്താണ്? ഇരയുടെ വായ നിങ്ങളുടെ വായ കൊണ്ട് മൂടുക. ഓക്കെ, ഈ മൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു ബാരിയർ മാസ്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്താണ്? ആ ഒരു രക്തം ഇപ്പം ചിലപ്പം കാർഡിയാക് ഇഷ്യൂസ് ഒക്കെ വന്നതാണെങ്കിൽ രക്തമോ അല്ലെങ്കിൽ കുറച്ച് ഛർദ്ദലിന്റെ പാർട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തെങ്കിലും ഒരു ബാരിയർ, നല്ലൊരു വൃത്തിയുള്ള ഒരു ടവലോ അല്ലെങ്കിൽ ഒരു മാസ്കോ ഒക്കെ ഉപയോഗിച്ച്, നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ മാസ്ക് ഒക്കെ ഉണ്ടാവണം. അപ്പൊ മാസ്ക് ഉപയോഗിച്ച് മൂടാം. പിന്നെ എന്താണ്? 1 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന 2 സാവധാന ശ്വാസം നൽകുക. 1 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന 2 സാവധാന ശ്വാസം നമ്മൾ നൽകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? നെഞ്ച് ഉയരുന്നുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. നെഞ്ച് ഉയരുന്നുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ്? 30 കംപ്രഷന് 2 ശ്വാസം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണ്? അപ്പോൾ നെഞ്ച് ഉയരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നെഞ്ച് ഉയരുന്നില്ലെങ്കിൽ പിന്നെയും ആ ഒരു പ്രോസസ്, CPR പ്രോസസ്സ് പിന്നെയും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എന്റെ സ്ഥാനം മാറ്റി വീണ്ടും ശ്രമിക്കാനുള്ളതാണ്. വ്യക്തി ശ്വസിക്കുകയോ ചലിക്കുകയോ സഹായം എത്തുകയോ ചെയ്യുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേ ഇരിക്കണം. വ്യക്തി ശ്വസിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് മോസ്റ്റ്ലി കേസുകളിലൊക്കെ എന്ത് ചെയ്യും? ആളുകൾക്ക് ഇപ്പൊ ചെറിയ മൈനർ കാർഡിയക് അറസ്റ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾക്ക് പെട്ടെന്ന് ജീവൻ കിട്ടും, പ്രശ്നമൊന്നുമില്ല. മേജർ ആണെങ്കിൽ മാത്രമാണ് കുറെ ടൈം എടുക്കുള്ളൂ. AED എന്നൊരു ഡിവൈസ് ഉണ്ട്, അത് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ശ്വസിക്കുകയോ ചലിക്കുകയോ സഹായം എത്തുകയോ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ഈ പ്രക്രിയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ്? 30 കംപ്രഷൻസ് 2 ബ്രീത്ത്. ക്ലിയർ ആണ്? നിങ്ങൾ മാർക്ക് ചെയ്യല. ശരി, ഇനി കുട്ടികൾക്കാണെങ്കിലോ CPR നൽകുന്നത്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 12 വയസ്സ് വരെ ഉള്ളതാണ്. അപ്പം ഈ 10-12 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവര് അവരുടെ ഒരു ശരീരപ്രകൃതം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുത്തിട്ട് വേണം CPR കൊടുക്കാനായിട്ട്. ഇപ്പം ഒരുപാട് അത്യാവശ്യം നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സാധാരണ രീതിയിൽ പെർഫോം ചെയ്യുന്ന CPR കൊടുത്തുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേസമയം വളരെ കുട്ടികളായിട്ടുള്ള നേച്ചറാണ്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കംപ്രഷന് 1 കൈ മാത്രം ഉപയോഗിക്കുക. അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് 2. അതാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെന്താണ്? എന്റെ ആഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ഇഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ഇഞ്ച് അല്ലെങ്കിൽ 5 cm, അത് സെയിം തന്നെയാണ്. അനുപാതവും നമ്മൾ നേരത്തെ കണ്ട അനുപാതം തന്നെയാണ്, സെയിം തന്നെയാണ്. 30:2 അനുപാതത്തിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതല്ല, CPR കൊടുക്കുന്നത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ വലിപ്പം കാർഡിയാക് പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ജനിക്കുന്ന ചില അപൂർവം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ 1 വയസ്സിൽ താഴെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് CPR പെർഫോം ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് നെഞ്ചിന്റെ മധ്യഭാഗത്ത് 2 വിരലുകൾ ഉപയോഗിക്കുക. ഓക്കെ, 2 വിരൽ ഉപയോഗിച്ചാൽ മതി. കുഞ്ഞു കുട്ടിയാണ്, 2 വിരൽ ഉപയോഗിക്കുക. അതുപോലെ ആഴം നമ്മൾ 2 ഇഞ്ച് പോകുന്നില്ല, 1.5 ഇഞ്ച് ആഴം മാത്രം കൊടുത്താൽ മതി. അതുപോലെ എന്താണ്?
മൃദുവായ രക്ഷാശ്വാസങ്ങൾ, ഒരുപാട് ശക്തി എടുത്തൊന്നും ശ്വാസം കൊടുക്കേണ്ട, മൃദുവായ രീതി മാത്രം കൊടുത്താൽ മതി. അതുപോലെ ആ ഒരു ശ്വാസം കൊടുക്കുമ്പോൾ തന്നെ എന്താണ്, വായു മൂക്കും മൂടുന്ന രീതിയിലുള്ള ശ്വാസം കൊടുക്കുന്നതുകൊണ്ടും തെറ്റില്ല, കുഞ്ഞുകുട്ടിയാണ്. പിന്നെ അത്ര അനുപാതം സെയിം തന്നെയാണ്, 30:2 എന്ന അനുപാതത്തിൽ തന്നെയാണ് കേട്ടോ. കണ്ടോ, 2 വിരൽ മാത്രം ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് AED എന്താന്ന് നോക്കാം. അതായത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്നാണ് AED കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, നമ്മളിവിടെ എന്തുകൊണ്ടാണ് ഡീഫിബ്രിലേറ്റർ എന്നൊരു കാര്യം പറഞ്ഞത്? ഫിബ്രിലേറ്റർ ഉള്ളതുകൊണ്ട് ഡീഫിബ്രിലേറ്റർ കൊടുക്കുന്നത് അല്ലേ? ശരി, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അത്രയും ഒരുപാട് ഡെപ്തിലോട്ട് പോകണ്ട. ഞാൻ പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഇതുവരെയുള്ള PVQ ആകെ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഫുൾ ഫോം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. AED കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ അതിന്റെ ബാക്കി പ്രോസസ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഫിബ്രിലേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ഹാർട്ട് ഉണ്ട്. ഈ ഹാർട്ടിന്റെ ഫംഗ്ഷനിൽ ഒരു കോർഡിനേഷൻ നഷ്ടപ്പെടുകയും ഇതിന്റെ ഒരു രക്തചംക്രമണം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഇപ്പം എന്താ പറയുക, ആട്രിയൽ ഫിബ്രിലേറ്റർ എന്ന് നമുക്ക് പറയാം, അതുപോലെ തന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേറ്റർ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ ആട്രിയൽ ഫിബ്രിലേറ്റർ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ആട്രീസും വെൻട്രിക്കിൾസും ഉണ്ട്. ഹാർട്ടിന് ആട്രീസും വെൻട്രിക്കിൾസും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ശരി, അതുപോലെ ആട്രിയൽ ഫിബ്രിലേറ്റർ ആണ് സംഭവിക്കുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങളിത് പഠിക്കണമല്ലോ എന്നൊന്നും ഓർക്കണ്ട, ഇത്ര ഒന്നും ചോദിക്കുകയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലായിക്കോട്ടെ എന്നോർത്ത് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പം ആട്രിയൽ ഫിബ്രിലേറ്റർ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് മരുന്ന് കഴിച്ച് മാറാവുന്നുള്ളൂ. പക്ഷെ വെൻട്രിക്കുലർ ഫിബ്രിലേറ്റർ ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു സമയത്താണ് ഇതുപോലെ ഈ ഒരു രക്തത്തിന്റെ പമ്പിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഇഷ്യൂസ് വരുന്നത്. അതായത് അതിന്റെ ഒരു കോർഡിനേഷൻസ് കാര്യങ്ങളിലൊക്കെ ഇഷ്യൂസ് വരുന്ന ഈ ഒരു ഹാർട്ട് നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഫിബ്രിലേറ്റർ എന്ന ഒരു പ്രോസസ്സ് വെൻട്രിക്കുലർ ഇതിൽ സംഭവിക്കുന്നു. അപ്പൊ അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? AED അഥവാ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നു. വ്യക്തമാണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് എന്താണെന്ന് നമുക്ക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു ഇമേജ് കാണിക്കാം കേട്ടോ. ഒരു ഇമേജ് നിങ്ങളെ കാണിക്കാം. ഇതാണ് സംഭവം. ഈ മെഷീനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ AED എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഓർമ്മ വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു കാര്യം. ഓട്ടോമേറ്റഡ് ആണ്, തന്നെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. എക്സ്റ്റേണൽ, പുറത്താണ് വെച്ചിരിക്കുന്നത്, എക്സ്റ്റേണൽ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? ഡീഫിബ്രിലേറ്റർ, ഹാർട്ടിന്റെ ഒരു ഫിബ്രിലേഷൻ മാറ്റി ഡീഫിബ്രിലേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് ഘടിപ്പിക്കുന്നത്? ഇത്തല എന്തുണ്ടാവും? ഇത്തല് ഒരു 2 പാഡുണ്ടാവും, 2 പാഡ്സ് ഉണ്ട്. ഈ പാഡ്സിൽ എന്തുണ്ട്? ഈ പാഡ്സിൽ ഇത് അസസ് ചെയ്യാനുള്ള, അതായത് ബോഡിയിലെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഈ മെഷീന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ മെഷീൻ പറയും എന്തൊക്കെ ചെയ്യണമെന്ന് ഈ മെഷീൻ പറയും. അതായത് ആരും തൊടരുത്, അല്ലെങ്കിൽ ഇത്ര ഷോക്ക് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഈ മെഷീനാണ് പറഞ്ഞത്. അപ്പൊ ഈ മെഷീൻ പറഞ്ഞു കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ ഞാനൊന്ന് വായിക്കാമേ. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിന് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണമാണിത്. നിങ്ങൾ ഉപകരണം കണ്ടു. ഇത് ഹൃദയത്തിന്റെ താളം വിശകലനം ചെയ്യുകയും ആവശ്യമെങ്കിൽ സാധാരണ ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുന്നതിന് വൈദ്യുതാഘാതം നൽകുകയും ചെയ്യണമെന്ന് പറയുന്നു. അതായത് ചെറിയൊരു ഇലക്ട്രിക് ഷോക്ക് അല്ലെ, നമ്മളെപ്പോഴും ഇലക്ട്രിക് ഷോക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. ചിലർക്ക് ഇച്ചിരി വട്ടാണെന്നൊന്നും മതി എന്ന് പറയും, പോയൊരു ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിച്ചിട്ട് വാ, ശരിയാവും നമ്മൾ പറയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങനെയല്ല. ഇത് ഈ ഒരു ഹൃദയത്തിന്റെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ മെഷീൻ പറയും ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കണം എന്നൊരു കാര്യം പറയും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷോക്ക് കൊടുക്കും. ഓക്കെ, അത് മെഷീൻ പറയുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷനിങ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ഒരു ഹാർട്ടിന്റെ ഫംഗ്ഷൻ പൊതുവെ നേരെ ആവേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും CPR കണ്ടിന്യൂ ചെയ്യും. നമ്മൾ 2 മിനിറ്റ് CPR പിന്നെയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ മെഷീനോട് ചോദിക്കും എങ്ങനെയുണ്ട് ആള്. അപ്പൊ മെഷീൻ എന്താണെന്ന് വെച്ചാൽ പറയും, അതനുസരിച്ച് പിന്നെയും നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ മീൻ ക്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ, ഇത് ആംബുലൻസിലുണ്ട്. ഇപ്പം മോസ്റ്റ്ലി ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ പല വീടുകളിലും ഇതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഇത് ഇന്ത്യയിലും പോപ്പുലർ ആവുന്നുണ്ട്. പക്ഷെ ഇത് പ്രവർത്തിപ്പിക്കാൻ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പരിജ്ഞാനം ഇല്ലാത്ത ഒരാൾക്കും, സയന്റിഫിക് ആയിട്ട് വലിയ അറിവില്ലാത്ത ഒരാൾക്കും ഇത് പ്രവർത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇത് എവിടെയൊക്കെ ഘടിപ്പിക്കണമെന്ന് നിങ്ങൾ കണ്ടിരുന്നോ? ഇത് എവിടെയാണ് ഘടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇവിടെയാണല്ലോ നമ്മുടെ ഹാർട്ട് വരുന്നത്, ഇവിടെയാണ് ഹാർട്ട് വരുന്നത്, ഇവിടെയാണ്. അപ്പൊ ഹാർട്ട് വരുന്ന ഒരു സൈഡിൽ താഴെ, അതായത് ഇടതുവശത്ത് താഴെയായിട്ടും വലതുവശത്ത് മുകളിലായിട്ടുമാണ്
ഇത് ഘടിപ്പിക്കേണ്ടത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ശരി. അപ്പം വിപുലമായ വൈദ്യപരിശീലനം ഇല്ലാത്തവർക്ക് പോലും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മിക്ക എയ്ഡുകളും ഉപയോക്താവിന് മാർഗനിർദ്ദേശം നൽകുന്നതിനായി വാമൊഴിയായും ദൃശ്യപരമായും വ്യക്തമായ നിർദ്ദേശം നൽകുന്നു. വ്യക്തമായിട്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും വേണമെന്നില്ല. ഈ മെഷീൻ നമ്മളോട് പറഞ്ഞു തരും. ഇനി അതല്ല, ചില പുതിയ മെഷീനുകൾ എങ്ങനെ കൊടുക്കണമെന്ന് കാണിച്ചു തരുന്നു ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പം ഇതെന്തിനാണ് പ്രവർത്തിപ്പിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, ഇത് പ്രവർത്തിപ്പിക്കാൻ എവിടെയൊക്കെ നമ്മളിത് ഘടിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഷോക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി. അപ്പം ഇനി നമുക്ക് AED നടപടിക്രമങ്ങൾ നോക്കാം. അപ്പം നിങ്ങൾ AED കണ്ടു. AED ഫുൾ ഫോം അറിയാമല്ലോ. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താണ്? ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫ്രിബ്രിലേറ്റർ അല്ലേ? ശരിയല്ലേ? നോക്കിയേ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫ്രിബ്രിലേറ്റർ. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. AED ഓൺ ആക്കുക. ശരി, ഓൺ ആക്കി. പാടുകൾ ഘടിപ്പിക്കുന്നു. പാടുകൾ ഘടിപ്പിക്കുക. എവിടെയൊക്കെ ഘടിപ്പിക്കും പറഞ്ഞേ? ഹൃദയത്തിന്റെ എവിടെയാണ് ഘടിപ്പിക്കുന്നത്? ഹൃദയത്തിന്റെ ആ സൈഡിൽ താഴെയായിട്ട്, അതായത് ഇടതുവശത്ത് താഴെയായിട്ടും വലതുവശത്ത് മുകളിലായിട്ടും ഘടിപ്പിക്കുക. ശരി. ഹൃദയത്തിന്റെ താളം വിശകലനം ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ അതിന് അനുവദിച്ചോണം വിശകലനം ചെയ്യാൻ. ഇടയ്ക്ക് കയറിയൊന്നും പറയണ്ട. അത് നോക്കി കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് പറയും. പിന്നെ എന്താണ്? AED നിർദ്ദേശിച്ചാൽ ഷോക്ക് നൽകുക. നമ്മൾ ഷോക്ക് കൊടുക്കാനായിട്ട് അവനിട്ടൊരു പണി കൊടുത്തേക്കാം എന്നോർത്ത് നമ്മളൊരു ഷോക്ക് കൊടുക്കാൻ നിൽക്കണ്ട. AED പറഞ്ഞാൽ മാത്രം ഷോക്ക് എടുക്കുക. CPR ഉടൻ പുനരാരംഭിക്കുക. ഇപ്പം ഷോക്ക് കഴിഞ്ഞിട്ടും ആൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ CPR കൊടുത്തോണ്ടിരിക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റെപ്പ് പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. പിന്നെ എന്താണ്? AED നിർദ്ദേശങ്ങൾ പാലിക്കുക. വ്യക്തി ചലിക്കാൻ തുടങ്ങുന്നത് വരെയോ ശ്വസിക്കാൻ തുടങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങൾ എത്തുന്നത് വരെയോ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? CPR തുടർന്നുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആണ് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ PYQ നോക്കാം. ഉത്തരം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRന്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. CPRന് വന്നതാണ്. നിങ്ങൾ പറഞ്ഞു ഉത്തരം പറഞ്ഞു എത്രയാണ്, ഏതാണെന്ന് ഒരെണ്ണം വായിച്ചു നോക്കിയേ. ബോർഡിൽ കാണുന്നില്ല, വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. ഒന്ന് പറഞ്ഞേ. ഉത്തരം കിട്ടിയോ? ഞാൻ ഉത്തരം പറയട്ടെ. C ആണ് കേട്ടോ എൻ്റെ ഉത്തരം വരുന്നത്. C ആണ് ഉത്തരം വരുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. C ആണ് വരുന്നത്. 2024 വന്ന ചോദ്യമാണ്. ഓക്കെ. അടുത്ത നോക്കിയേ. AED ഫുൾ ഫോം നോക്കിയേ. നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു, അതിന്റെ പടം കാണിച്ചു, നമ്മൾ പലതവണ അത് പറഞ്ഞു. നോക്കിയേ, AED ഫുൾ ഫോം കിട്ടുന്നുണ്ടോ നോക്കിയേ. C ആരൊക്കെയാ പറഞ്ഞത്? C ആരാ പറഞ്ഞത്? അല്ല CLോട്ട് എത്തിയോ? ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, ഓട്ടോമേറ്റഡ് ആണ്. B ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫ്രിബ്രിലേറ്റർ കേട്ടോ. 2024 ചോദിച്ചതാണ്. സ്ഥിരമായ മസ്തിഷ്ക മരണം തടയുന്നതിന് കാർഡിയോ പൾമണറി പുനരുത്തേജനം നൽകേണ്ടത്, അതായത് CPR നൽകേണ്ടത് എപ്പോഴാണ്? എത്ര സമയത്തിനുള്ളിലാണ്? നോക്കിക്കേ, എത്ര സമയത്തിനുള്ളിലാണ്? നമ്മൾ പറഞ്ഞല്ലേ 4 to 6 മിനിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞു. അവിടെ ബയോളജിക്കൽ ഡെത്ത്, ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിക്കും നമ്മളുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എത്ര വരെയാണ് കൊടുക്കേണ്ടത്? D. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ശരി, 2022 മെയിൻസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ആ ഉത്തരം കറക്റ്റ് ആണ്. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്, വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം PYQs ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ടുള്ള PYQs ആണ് ചോദിച്ചത്. ഇനി അതല്ല, സിമ്പിൾ ഇച്ചിരി മുകളിൽ ചോദിച്ചാലും നമുക്ക് എഴുതാനൊക്കെ പറ്റും. ഓക്കെ. അപ്പം നിങ്ങളുടെ ഈ ഒരു പോർഷൻ ഇവിടെ തീർന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെന്നത് ഓർമ്മയുണ്ടോ? ഹ്യൂമൻ ബോഡി സർക്കുലേറ്റർ സിസ്റ്റം ഇതൊക്കെയാണ്. അപ്പം അത് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അത് നമുക്ക് പുറത്ത് പല ക്ലാസ്സുകളിലും അവൈലബിൾ ആയതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് സമയം അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എടുത്തു തരും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു ബാക്കിയുള്ള ചില ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ബ്ലീഡിങ് സംഭവിക്കുമ്പോൾ, കട്ട് വൂൺസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ആംപ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊള്ളൽ കാര്യങ്ങൾ ഏൽക്കുമ്പോൾ, പാമ്പ് കടി ഏൽക്കുമ്പോൾ, എങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ രക്ഷാപ്രവർത്തനം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു തരാം കേട്ടോ. ബാക്കിയുള്ള പോർഷൻ കൂടെ എടുത്തു തരാം. ഇത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തന്നെയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക,
നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ജനറൽ നോളജിന്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ, അതുപോലെ എന്താ MEM, ഓക്കെ, MEM ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. MEM എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ MEM ഇപ്പൊ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്